കോൺഗ്രസിന്റെ ഫീഡ്ബാക്കിനെ മുൻനിർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം 6 മണിക്ക് ശേഷം അവർ ഒരുമിച്ചിറങ്ങി ഞങ്ങളിത് 100 സീറ്റുമായിട്ട് അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് ഉണ്ടാക്കുന്ന ആത്മവിശ്വാസവും പ്രസരിപ്പും ഒരു ഘടകം, അതേപോലെ തന്നെ ഫീഡ്ബാക്ക് ആത്മവിശ്വാസം കെടുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് പുറത്തേക്ക് നോക്കിയാൽ UDFിൻ്റെ ആളുകൾ ഭയങ്കര ആത്മവിശ്വാസ പ്രചോദിതരായി കാണുകയും LDFിൻ്റെ നേതാക്കളും അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മുഴുവൻ നമ്മൾക്കെന്തോ കുഴപ്പം പറ്റി എന്ന മട്ടിൽ നിൽക്കുകയും ചെയ്യുന്നത് കാണുകയാണ്. ഇത് എങ്ങനെ സംഭവിക്കുന്നതാണ്? എന്തോ കുഴപ്പം പറ്റി എന്ന മട്ടിൽ LDFിന്റെ ആൾക്കാർ നിൽക്കുന്നത് കാണുകയും ചെയ്യുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ, 2021 ഇലക്ഷന് ശേഷം ഏപ്രിൽ 6 2021 തെരഞ്ഞെടുപ്പ്, മെയ് 2 വോട്ടെണ്ണൽ. അതിനിടയ്ക്കുള്ള ദിവസങ്ങളിൽ ഇതേപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ആരായിരുന്നു? UDF ആണോ LDF ആണോ എന്നൊന്നും ചിന്തിച്ചാൽ മാത്രം മതി, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഞാൻ പക്ഷേ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ മറ്റൊരു കാര്യം പറയാനാണ് താല്പര്യപ്പെടുന്നത് നിഷാദെ. ഇപ്പോ നിജേഷ് നിർത്തിയർത്തു തുടങ്ങാം. നിജേഷ് ഉദാഹരണം പറഞ്ഞത് കഴിഞ്ഞ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അതേ പാറ്റേൺ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തുടർന്നു എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം, ഒരു ഒറ്റ ഉദാഹരണം മാത്രം പറയാം. മലപ്പുറം ജില്ല 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, തവനൂർ മണ്ഡലം, അവിടെ അബ്ദുൽ സമദ് സവാദിക്ക് കിട്ടുന്ന ഭൂരിപക്ഷം 18,000 വോട്ട് തവനൂര്. അത് കഴിഞ്ഞ് 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതേ മണ്ഡലം തവനൂർ, അവിടെ UDFന് കിട്ടുന്ന ഭൂരിപക്ഷം 9,000 വോട്ട്. സമാനമാണ് അവസ്ഥ. ഇപ്പോ അവിടെ വീണ്ടും ഇലക്ഷൻ കഴിയുകയും ചെയ്തല്ലോ. ഡോക്ടർ ജലീൽ തന്നെ മത്സരിക്കുകയും ചെയ്തു. അതിന്റെ റിസൾട്ട് എനിക്ക് സംശയമൊന്നുമില്ല, ജലീൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ. അതവിടെ നിൽക്കട്ടെ. അത് ഒരു ഘടകം. പിന്നെ താങ്കളുടെ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് നേരെ വരികയാണെങ്കിൽ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് CPIയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൂടിയത്. ഞാൻ അത് ചില നേതാക്കളോട് സംസാരിച്ചിരുന്നു, അവരുടെ എന്താണ് പെർസെപ്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നോട് സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞ ഉത്തരം 90 സീറ്റ് 90+ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഞാൻ 90 നിൽക്കുകയാണ്. ശരി, 90 സീറ്റ് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ ഞാൻ പല മാധ്യമങ്ങളും പല ചാനലുകളും സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒല്ലൂരിൽ K രാജൻ, ചടയമംഗലത്ത് ചിഞ്ചുറാണി, രണ്ടുപേരും ജയിക്കുന്ന പട്ടികയിലില്ല. ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു പ്രശ്നം എന്താണ് കേട്ടത്? അപ്പോൾ അവർ പറയുകയായിരുന്നു, ഞങ്ങള് ഉച്ചകഴിഞ്ഞാണ് എക്സിക്യൂട്ടീവ് കൂടുന്നത്, അപ്പോൾ ചിരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ഫലിതം പോലും ആസ്വദിക്കുകയായിരുന്നു ഈ സ്ക്രോൾ ചെയ്ത് വരുന്ന കാര്യങ്ങൾ. ഇങ്ങനത്തെ സംഭവം ഞങ്ങളാരും ചർച്ച ചെയ്തിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ ചർച്ച ചെയ്ത മാധ്യമ വിശാരദങ്ങൾ ആരൊക്കെ ഉണ്ടെങ്കിലും അവരത് വ്യക്തമാക്കട്ടെ. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന് മുമ്പ് DC ഉണ്ടാവില്ലേ? അല്ല, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അവരുടെ അതിനു മുമ്പ് സ്റ്റേറ്റ് കമ്മിറ്റി യോഗം, അത് സ്റ്റേറ്റ് കൗൺസിലേക്ക് വരുന്ന മുമ്പേ ഞാൻ ചോദിക്കുന്നത്, ഇനിയിപ്പോൾ മാധ്യമ വാർത്തകളെ ഞാൻ പൂർണ്ണമായിട്ട് അതിനെ പിന്തുണയ്ക്കല്ല. DC റിപ്പോർട്ടാണല്ലോ ഈ സ്റ്റേറ്റ് കമ്മിറ്റി ഡിസ്കസ് ചെയ്യുക. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നാളെ CPIMന്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നുണ്ട്. ഇതുപോലെ നമ്മള് ഈ വിഷയം തന്നെ ചർച്ച ചെയ്യും. നാളെ CPIM സെക്രട്ടേറിയറ്റ് ആണ്. അതുപോലെ തന്നെയാണ് CPIയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗവും. അതേ പ്രാധാന്യമുണ്ട് നിഷാദെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ആ പ്രാധാന്യത്തോടുകൂടി തന്നെ ഞാൻ പറയുകയാണ്, അവർ കാണുന്നത് അങ്ങനെയാണ്. അതിന് അവരുടേതായ കാരണങ്ങളുണ്ട്, വ്യക്തമായ കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ ചർച്ച ചെയ്തത് വിശദീകരിക്കാൻ സമയക്കുറവുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല.